ലിപ്സ്റ്റിക് ഇടാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം പൊതുവേ നമ്മളെ ഇടയിൽ ഭയങ്കര ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉൾപ്പെടെ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ കോവിഡിന് തൊട്ട് മുമ്പുള്ള ലിപ്സ്റ്റിക് ഇടാതെ എന്തിനും ഒരു ലിപ് ബാം പോലും ഇടാതെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് കോളേജിൽ പോയിരുന്നത്, നമ്മൾ കല്യാണങ്ങൾക്ക് പങ്കെടുത്തിരുന്നത്. ഇതിൽ ഏറ്റവും പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിപ്സ്റ്റിക് ഇടാതെ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ലിപ്സ്റ്റിക് എല്ലാം ഉപയോഗിച്ചിരുന്ന സത്യത്തിൽ എഴുതിയുള്ള മറുപടി ഞാൻ കൊടുക്കണത് നിങ്ങൾ കൊടുക്കണം. പകുതി ഞാൻ കൊടുത്തോളൂ, ബാക്കി നിങ്ങളും കൊടുത്താലേ കേട്ടോ. കോൺഫിഡൻസ് കുറവുള്ള പെൺകുട്ടികളൊക്കെ കുറച്ച് ലിപ്റ്റിക്ക് വാങ്ങിക്കാണ്ട് തേച്ചാൽ എന്നാൽ എല്ലാവർക്കും ആ കോൺഫിഡൻസ് കിട്ടും. ഞാനൊരു കഞ്ചാവ് അടിച്ചു തന്നാണ് നാളെ പറയണത്, ഇത് അടിച്ചിട്ടാണ് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അത് അടിച്ചു വരും. അതെപ്പോൾ ചെയ്യുന്നത്? ഇപ്പോൾ ലിപ്റ്റിക്ക് ഒന്നായിട്ട് വാരി തേച്ച് വന്നിട്ട് ഇത് അടിച്ചിട്ട് ഇപ്പോൾ ഒരു കോൺഫിഡൻസായി മാറിയിരിക്കണമെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു തോൽവിയാണ്. ശരിക്കും ലിപ്റ്റിക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾ നിങ്ങളെ ശരിക്കും മുതലെടുത്തു എന്നുള്ളൊരു അർത്ഥമുള്ളൊരു പ്രധാന തെളിവാണിത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ നീ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളൊരു തോൽവിയാണ്. പിന്നെ ഇതില്ലാതെ ഇറങ്ങുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, നല്ല ക്വാളിറ്റിയിൽ കോൺഫിഡൻസിലും എല്ലാത്തിലും ചെയ്യുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ലിപ്സ്റ്റിക്ക് തീരെ തൊടാത്ത, ലിപ്റ്റിക്കും ലിബാം തുടങ്ങിയ സാധനം തൊടാത്ത ഇഷ്ടംപോലെ എത്രയോ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലാണ് അതുണ്ടെങ്കിലേ അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ. ശരിക്കും അങ്ങനെ ലോജിക്കായിട്ട് ചിന്തിക്കുക. അപ്പോൾ ശരിക്കും നിങ്ങളിത് തേച്ച് വരുന്ന ശരിക്കും ആണുങ്ങളെ ഇമ്പ്രസ് ചെയ്യാനാണെങ്കിൽ, അല്ലാതെ ഇപ്പോൾ പെണ്ണുങ്ങൾ കാണാൻ വേണ്ടി ഇപ്പോൾ കൂടുതൽ ആരെങ്കിലും ചെയ്യണില്ലല്ലോ. 90% അല്ലെങ്കിൽ 99% ആണുങ്ങൾക്കും ഈ ചുണ്ട് ചോർന്ന് നിൽക്കണമെന്ന് ഒരു ആണുങ്ങൾക്കും നിർബന്ധമല്ലേ ഇത് കാണണേ. ഏതെങ്കിലും ആണുങ്ങൾ പറഞ്ഞു ഇനി എവിടെയെങ്കിലും നിങ്ങൾ പല ഷോപ്പിലും ഇതിലൊക്കെ ക്യാഷിലും അങ്ങനെയൊക്കെ നിൽക്കണം, നിങ്ങളൊക്കെ മാർക്കറ്റാക്കി എടുക്കണം. അതാദ്യം മനസ്സിലാക്കി. ഈ വീഡിയോ കണ്ട് വളർന്നു വരുന്ന മക്കളിത് കാണുമ്പോൾ അവർക്ക് ഇതിനൊരു ഉപകാരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ എന്തെങ്കിലും പക്ഷേ ഒന്നും തേക്കാതെ വന്നിട്ട് പറയണമെങ്കിൽ അത് ഓക്കെ. ഇത് ഈ തേച്ചിട്ട് വന്നിട്ട് പറയണത് ഇത് നിർബന്ധമാണോ എന്നുള്ളൊരു ലെവലിൽ പറയുമ്പോൾ അത് നമ്മൾ ന്യൂ ജനറേഷന് ഒരു ഉപകാരം ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ ലിപ്റ്റിക് ഇല്ലാത്തൊരു കാലം ചിലപ്പോൾ ഈ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഈ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് പറയാം കേട്ടോ നമ്മളെ. പിന്നെ ലിപ്സ്റ്റിക്കിനെ കുറിച്ചുള്ള കൂടുതൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ആരൊക്കെ ഉപയോഗിക്കാതെ എത്രത്തോളം ഉപയോഗിച്ചാൽ ഇതിൻ്റെ കോൺഫിഡൻസും കാര്യമൊക്കെ ആരൊക്കെ നിങ്ങൾക്ക് കിട്ടലുണ്ടോ, ലിപ്സ്റ്റിക് കൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നൊക്കെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ കേട്ടോ. ഓക്കെ, ശരി.